പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2024 ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന മലയാള എഴുത്തുകാരെ കുറിച്ചാണ്. ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എഴുത്തുകാരുണ്ടാവും. അവരുടെ പുസ്തകങ്ങൾ തേടി പിടിച്ചു വായിക്കാൻ ആഗ്രഹങ്ങൾ ഉള്ള ആളുകളുണ്ടാവും. അവരുടെ അടുത്ത പുസ്തകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും. അങ്ങനെ 2024 ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ട ചില ഓതേഴ്സ്, എഴുത്തുകാരെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ പഴയ ക്ലാസിക് എഴുത്തുകാരൊന്നും ഇല്ല കേട്ടോ. അവരുടെ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണെങ്കിലും, MD-യുടെ ആണെങ്കിലും, തകഴിയുടെ ആണെങ്കിലും, VK-ന്റെ ആണെങ്കിലും, ഒവിവിജന്റെ ആണെങ്കിലും, ഞാൻ പേരൊന്നും പറയുന്നില്ല. അത്തരം ആളുകളെ നമ്മളുടെ മനസ്സിൽ, സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയ പഴയ ക്ലാസിക്കലായിട്ടുള്ള ആളുകളെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരുടെ പുസ്തകങ്ങൾ ഇപ്പോഴും വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാധകർ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ 2024 പുസ്തക വിൽപ്പനയുടെ അല്ലെങ്കിൽ ആരാധകരെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ആ ഒരു ഗ്രാഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പുതിയ തലമുറയിലെ എഴുത്തുകാരാണ് ഞാൻ ഈ ഒരു പോപ്പുലാരിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പേര് ബെന്യാമിന്റെ പേര് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആടുജീവിതം തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിലെ വലിയൊരു ചലനമുണ്ടാക്കിയ കൃതിയാണ്. സാഹിത്യ വായനയെ, നോവൽ വായനയെ ആഘോഷമാക്കിയ മറ്റൊരു എഴുത്തുകാരനുണ്ടെന്ന് പറയാനാവില്ല. ഇപ്പോഴും 2024 ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള എഴുത്തുകാരൻ അത് ബെന്യാമിൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും മികച്ചതാണ്. ഒരുപക്ഷെ ആടുജീവിതത്തെക്കാൾ മികച്ച പുസ്തകങ്ങളുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ അഭിഷഗീൻ, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം, അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, മഞ്ഞവെയിൽ മരണങ്ങൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ശരീരശാസ്ത്രം, ഇരട്ട മുഖമുള്ള നഗരം, യാത്രാവിവരണമാണ് അവസാനം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാടാണ്. പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ മുൻപന്തിയിൽ ബെന്യാമിൻ തന്നെയാണെന്ന് പറയാനാവും. അടുത്ത ആൾ TD രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര മലയാള സാഹിത്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. അനുകൂലിക്കുന്ന ആൾക്കാരും പ്രതികൂലിക്കുന്ന ആൾക്കാരും ഉണ്ട്. താൻ ഓവർ റേറ്റഡ് ആയിട്ടുള്ള പുസ്തകമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തായാലും വ്യത്യസ്തമായ വായനയും വ്യത്യസ്തമായ രചനാ രീതിയും നൽകിയ പുസ്തകമാണ് TD രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും വളരെയധികം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ആൽഫ, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, മാമ ആഫ്രിക്ക, പച്ച മഞ്ഞ ചുവപ്പ്, അന്തർ, ബദിരർ, മൂഗർ. അങ്ങനെ മലയാള സാഹിത്യത്തിൽ പോപ്പുലറായ മറ്റൊരു എഴുത്തുകാരൻ തീർച്ചയായും TD രാമകൃഷ്ണൻ തന്നെയാണ്. മൂന്നാമത്തെ എഴുത്തുകാരിയാണ് KR മീര. ആരാച്ചാർ എന്ന ഒറ്റ നോവലിലൂടെ മലയാള സാഹിത്യത്തിന് കരുത്തുറ്റ കഥാപാത്രത്തെ കൊണ്ട് വന്ന് വ്യക്തമായ ശക്തമായ സാന്നിധ്യമായി മാറിയ KR മീരയാണ് പോപ്പുലാരിറ്റിയിൽ അടുത്ത സ്ഥാനം എന്ന് പറയാനാവില്ല കേട്ടോ. ഞാൻ ഓരോരുത്തരെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓരോരുത്തർക്ക് 1, 2, 3 എന്നുള്ള സ്ഥാനം ഇടുന്നില്ല. KR മീരയുടെ ഘാതകൻ മികച്ച നോവലാണ്. അതുപോലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ഖബർ, മീരാ സാധു, അങ്ങനെ തുടങ്ങി നിരവധി പുസ്തകങ്ങളും ഒട്ടനവധി കഥകളും KR മീരയുടെ സ്വന്തമായിട്ടുണ്ട്. അടുത്ത ആള് സുഭാഷ് ചന്ദ്രൻ തന്നെയാണ്. മനുഷ്യന് ഒരു ആമുഖം എന്ന നോവൽ മലയാള സാഹിത്യത്തിന്റെ വ്യക്തമായൊരു ഘടനയുണ്ടാക്കിയ നോവൽ എന്ന് പറയാനാവും. വ്യക്തമായൊരു സ്ഥാനം മലയാള സാഹിത്യത്തിൽ, മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്ന് തീർച്ചയായും മനുഷ്യനൊരു ആമുഖം തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും, സമുദ്രശ്ശേരി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഓർമ്മകഥകളായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ചെറുകഥകൾ ഒരുപാട് കഥകളുണ്ട്. ഒക്കെ അങ്ങനെ പ്രശസ്തി കൊണ്ട് അല്ലെങ്കിൽ പോപ്പുലാരിറ്റി കൊണ്ട് മലയാള ലോകം ശ്രദ്ധിക്കുന്ന എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. അടുത്ത എഴുത്തുകാരൻ VJ ജെയിംസ് ആണ്. 2024 ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. നിരീശ്വരനിലൂടെ, ആന്റി ക്ലോക്കിലൂടെ ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളുടെയും പ്രത്യേകത, ഓരോ പുസ്തകവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. സാധാരണ ഒരു രചയിതാവിന്റെ പുസ്തകത്തിന്റെ ഒരു തീമും അവരുടെ ശൈലിയും ഒക്കെ ഒരേപോലെ ഇരിക്കും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ തീമുകളും ശൈലിയും ഒക്കെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ പുറപ്പാടിന്റെ പുസ്തകം, ചോരശാസ്ത്രം, ദത്താപഹാരം, ലേക്ക, ഒറ്റക്കാലൻ കാക്ക, അങ്ങനെ മിക്ക പുസ്തകങ്ങളും മലയാള സാഹിത്യത്തിൽ ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അടുത്ത ആൾ എന്ന് പറയുന്നത് N മോഹനാണ്. N മോഹൻ മലയാളത്തിലെ മിടുക്കനായ എഴുത്തുകാരനാണ്. നമ്മുടെ പ്രശസ്ത എഴുത്തുകാരി ലളിതാംബിക അന്തർജനത്തിന്റെ മകനാണ്.
അദ്ദേഹം 2024 പോപ്പുലാരിറ്റി കൂടാനുള്ള കാരണം 2024 ഒരുപാട് പ്രണയ നോവലുകളുടെ കുത്തൊഴുക്കുണ്ടായി. ഒരുപാട് പ്രണയ നോവലുകൾ വിറ്റഴിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരിക്കൽ വീണ്ടും വായിക്കപ്പെട്ടു തുടങ്ങി. വളരെയധികം പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മറ്റ് പുസ്തകമായി ഇന്നലത്തെ മഴ പോലുള്ള പുസ്തകങ്ങൾ, ഒരുപാട് ചെറുകഥകളും വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ, വായനക്കാർ അന്വേഷിച്ചു വന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എൻ മോഹനൻ. അടുത്ത എഴുത്തുകാരൻ ഓർമ്മ പുസ്തകങ്ങളുടെ എഴുത്തുകാരനാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. ഒത്തിരിയധികം ആളുകൾ വായിക്കപ്പെട്ട പുസ്തകങ്ങളുടെ രചയിതാവ്, പ്രത്യേകിച്ച് യുവജനങ്ങൾ. അദ്ദേഹത്തിന്റെ ബറീഡ് തോട്ട്സ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം മലയാളത്തിൽ എഴുതിയ ദൈവത്തിന്റെ ചാരന്മാർ, സ്നേഹം, കാമം, ഭ്രാന്ത് എന്നീ പുസ്തകങ്ങൾ മികച്ച ഓർമ്മ പുസ്തകങ്ങളും ഏറ്റവും കൂടുതൽ തിരയുകയും ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ വായിക്കുകയും ചെയ്ത പുസ്തകമാണ് ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ഈ പുസ്തകങ്ങൾ. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള എഴുത്തുകാരനാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. അടുത്തത് ഒരു ചരിത്രകാരനായ എഴുത്തുകാരനാണ്, ചരിത്ര പുസ്തകങ്ങൾ എഴുതുന്ന എഴുത്തുകാരൻ മനു എസ് പിള്ള. വളരെ ചെറുപ്പത്തിൽ തന്നെ ആധികാരികമായി, ലളിതമായി വായനക്കാർക്ക് വായിക്കാവുന്ന രീതിയിൽ വ്യത്യസ്തമായ ഗവേഷണ പാഠവത്തോടുകൂടി ചരിത്ര പുസ്തകങ്ങൾ എഴുതിയ മനു എസ് പിള്ള. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദന്തസിംഹാസനം, റെബൽ സുൽത്താൻമാർ, വ്യാജസഖ്യങ്ങൾ, ഗണികയും ഗാന്ധിജിയും, ഇറ്റാലിയൻ ബ്രാഹ്മണനും, ചരിത്ര വ്യക്തികൾ, വിചിത്ര സംഭവങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ മലയാളം ഏറ്റവും കൂടുതൽ വായിക്കുന്ന, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മറ്റൊരു എഴുത്തുകാരനാണ് മനു എസ് പിള്ള. അടുത്ത ആൾ ഒരു വനിതയാണ്, രാജശ്രീ ആർ. സോഷ്യൽ മീഡിയയിലൂടെ എഴുതപ്പെടുകയും പിന്നീട് പുസ്തകമാക്കുകയും ചെയ്യുകയും ചെയ്ത പുസ്തകം കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. മലയാളം ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പുസ്തകം. ആ പുസ്തകത്തിന്റെ എഴുത്തുകാരി രാജശ്രീ ആറിനെയാണ് ആരാധകരുടെ കാര്യത്തിൽ ഒരുപാട് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും അവരുടെ അടുത്ത പുസ്തകം ആത്രേയകം അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. 2024 2 മാസം മുമ്പ് വളരെയധികം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ മുൻപന്തി നിൽക്കുന്ന മറ്റൊരു എഴുത്തുകാരിയാണ് രാജശ്രീ. അടുത്ത ആൾ ഈ അടുത്ത കാലത്ത് 2023-24 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട, ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകത്തിന്റെയും പുസ്തകരചയിതാവിന്റെയും പേര് ഒന്നാണ്. അത് അഖിൽ പി ധർമ്മജനും റാം കെയർ ഓഫ് ആനന്ദിയുമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ലളിതമായ ഭാഷയിലൂടെ ഒരു സിനിമാറ്റിക് നോവൽ വായിക്കുന്ന ലഘുമത്തോടു കൂടി വായിക്കാവുന്ന നോവൽ. ഒരുപക്ഷെ ഒത്തിരി ആളുകളെ ഈ കാലഘട്ടത്തിൽ വായനയിലേക്ക് കൊണ്ടുവന്ന ഒരു എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് വേണ്ടി ആളുകൾ അന്വേഷിച്ചു നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മെർക്കുറി ഐലൻഡ് വളരെ നല്ല ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ അദ്ദേഹം അഖിൽ പി ധർമ്മജൻ അടുത്തൊരു പുസ്തകം എഴുതാൻ പോയി തുടങ്ങിയിരിക്കുന്നു. ആ പുസ്തകത്തിന് വേണ്ടി യുവജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണെന്ന് നമുക്ക് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അഖിൽ പി ധർമ്മജനാണ് പോപ്പുലറിറ്റിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു എഴുത്തുകാരൻ. പ്രിയപ്പെട്ടവർ, എന്റെ ഈ നിഗമനങ്ങൾ, എന്റെ ഈ കണ്ടെത്തലുകൾ അത് എന്റെ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ടാവാം. ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് പ്രസാധകരോടും പുസ്തക വിൽപ്പനക്കാരോടുമുള്ള എന്റെ ബന്ധത്തിൽ നിന്ന് അവരോടുമായി അന്വേഷിച്ചിട്ടുള്ള എന്റെ കണ്ടെത്തലുകളാണ്. തീർച്ചയായിട്ടും മറ്റെഴുത്തുകാരുണ്ടാവാം. പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ എല്ലാവർക്കും ഉണ്ടാവാം. ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന എഴുത്തുകാർ അവരുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കാം. എങ്കിലും ഈ എഴുത്തുകാർ തീർച്ചയായും മലയാള സാഹിത്യത്തിലെ 2024 ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരാണ്. ഇനിയും മലയാള ലോകത്ത് പുതിയ എഴുത്തുകാരുണ്ടാവട്ടെ, വായനക്കാരുണ്ടാവട്ടെ, പുതിയ എഴുത്തും പഴയ എഴുത്തും ഒക്കെ വായിക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും ഒരു വായനാ വസന്തം നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെടട്ടെ. പുതിയ പുസ്തകങ്ങളും പുതിയ പുസ്തക വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.